അപ്പോൾ ഈ ഷോപ്പിനെ കുറിച്ച് ആദ്യമായിട്ടൊരു കംപ്ലൈൻറ്റ് പുറത്തേക്ക് വരാൻ കാരണം അവിടെ ജോലിക്കായിട്ട് ബയോഡാറ്റ കൊടുക്കാൻ പോയ ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ആ കുട്ടിയാണ്. അപ്പം അത് ബയോഡാറ്റ കൊണ്ട് കൊടുത്ത് അവിടെ ജോലിക്കായിട്ട് ചെന്ന് 2-3 ദിവസം അവിടെ നിന്നു. അപ്പോൾ പോകുന്നതിന് അവിടെ ചെന്നപ്പോൾ 40,000 രൂപ അടിസ്ഥാന ശമ്പളം, അതായത് ഫിക്സഡ് സാലറി കണ്ടിട്ടാണ്, അതായത് അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടിട്ടാണ് അവർ പോകുന്നത്. അവിടെ ചെന്ന് 2ാമത്തെ ദിവസം ഒരു സമ്മതപത്രം പൂരിപ്പിച്ചപ്പോൾ അതിനകത്ത് ഫിക്സഡ് സാലറി പറഞ്ഞിട്ടില്ല. 15 ദിവസം ട്രെയിനിങ് ആണ്, ആ സമയത്ത് സ്വന്തം ചിലവെടുക്കണം, 15 ദിവസത്തിനകം ഈ ഓണറിന് പറഞ്ഞു വിടണമെങ്കിൽ വിടുകയും ചെയ്യാം. അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലാണ് ആ കുട്ടികൾ അവിടെ നിൽക്കുന്നത്. ചെല്ലുന്ന ലേഡീസ് അല്ല. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞ് അവർ സ്വന്തമായിട്ട് ഇത് ഇഷ്ടമല്ലായിരുന്നു, എന്തോ ഇഷ്ടപ്പെടായ കാരണം തിരിച്ചു വന്നു. അതിനുശേഷം ഈ കുട്ടി ഇൻസ്റ്റഗ്രാം പേജിൽ ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അതിനെ ചൊല്ലി പിന്നെ കമൻറ്റുകൾ വന്നു. അങ്ങനെയാണ് ഇത് പുറത്താവാൻ കാരണം. എന്തായാലും ഇവിടെ വരെ എത്തി. എല്ലാവരും യൂട്യൂബ് കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന രീതിയിലേ അല്ല. അതായത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അവരുടെ വീഡിയോസൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഓണറിൻ്റെ ഭാര്യയുടെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പോസിറ്റീവായിട്ട് നമുക്ക് തോന്നുന്നു, നല്ല കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഈ കുട്ടിയും വിചാരിച്ചത് അങ്ങനെയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭക്ഷണം പോലും കഴിക്കുന്നിടത്ത് വൃത്തിയില്ല എന്നാണ് പറയുന്നത്. ഷോപ്പിനകത്ത് കൂടി നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങനെയാണ്. വെച്ചാൽ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് അങ്ങനെ കൂടി നിന്ന് സംസാരിച്ച് സമയം കളയാൻ ആരും അവരെ ഓണറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഹോസ്റ്റലിൽ വന്നാൽ പോലും അടുത്ത ആളിൻ്റെ ബെഡിലിരിക്കാനോ ഫുഡ് ഷെയർ ചെയ്യാനോ ഒന്നും ഇവർക്ക് ഇഷ്ടമല്ല, അങ്ങനെ സമ്മതിക്കത്തില്ലായിരുന്നു അത്രേ. അപ്പോൾ അതൊക്കെ ആ കുട്ടിക്ക് ഇഷ്ടമില്ലായിരുന്നു. ആ ഒരു പിള്ളേർക്കൊന്നും ഇഷ്ടമാവില്ല, അതൊന്നും വിരോധപ്പെട്ടവർക്കൊന്നും ഇഷ്ടമാവില്ല. അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കുവാണെങ്കിലും ഇവർ പിരിവ് വാങ്ങിക്കുമെന്നാണ്. ബാക്കിൽ പിരിവ് മേടിക്കും, കുട്ടികളോട് പിരിവ് മേടിക്കുമെന്ന് പറയുന്നു, ഫൈൻ മേടിക്കുമെന്ന് പറയുന്നു ഓരോ കാര്യത്തിന്. അപ്പോൾ ഫൈനൊക്കെ മേടിക്കുമ്പോൾ ശമ്പളം അങ്ങ് കട്ടാവും, കുറയും എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്കൊന്ന് പറയാനുള്ളത്, ഒരു സ്ഥാപനം നമ്മൾ നടത്തുമ്പോൾ, അതായത് ഒരു സംരംഭം തുടങ്ങുമ്പോൾ വളരെ പ്രതീക്ഷയോടാണ് നമ്മളൊരു സംരംഭം തുടങ്ങുന്നത്, അല്ലേ? ഒത്തിരി ആഗ്രഹങ്ങൾ ബാക്കി കാണും, അതായത് ഒത്തിരി സങ്കല്പങ്ങൾ വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അത് തുടങ്ങി ഉയർത്തിക്കൊണ്ടുവരാൻ നല്ലൊരു കഷ്ടപ്പാടാണ്. എന്താ വെച്ചാൽ അശ്രാന്ത പരിശ്രമം നടത്തണം അത് നന്നായി വരാൻ. നല്ലൊരു നന്നായിട്ട് നമ്മൾ അധ്വാനിക്കണം കേട്ടോ. അങ്ങനെ ഒരു കഷ്ടപ്പാട് കാണും എപ്പോഴും. ഏതൊരു സ്ഥാപനത്തിൻ്റെ ഉയർച്ച നോക്കിയാലും അങ്ങനെ കാണും. അപ്പം അതിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് ഓണർ മാത്രമല്ല, സാമ്പത്തിക അടിസ്ഥാനത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവരിക അത് മാത്രമല്ല, അതായത് ഒരുപാട് പൈസ മുടക്കി ഒരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളതല്ല അതിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത്. അവിടെയുള്ള സ്റ്റാഫാണ്. അപ്പോൾ ആ സ്റ്റാഫിൻ്റെ മാന്യമായ പെരുമാറ്റം അതാണ് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ പോവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വലിയൊരു കട കണ്ടുകൊണ്ട് അവിടെ കയറി നിന്ന് മേടിക്കാൻ ചെയ്താൽ സ്റ്റാഫ് നല്ലതല്ലേ, നമ്മൾ പിന്നെ പോവില്ല. കാരണം നമ്മളോട് അവരെങ്ങനെയാണോ സഹകരിക്കുന്നത് നമ്മൾ അത് നോക്കിയാണ് കൂടുതലും. അങ്ങനെയാണ് കസ്റ്റമേഴ്സ് ചെല്ലുന്നത്. പിന്നെ പറയുന്നു, ഇവർ ഇൻ്റർവ്യൂവിന് ആൾക്കാരെ എടുക്കുന്ന സമയത്ത് ഇവർ ചോദിക്കുന്നു എന്ന് പറയുന്നത്, കാസ്റ്റ് ചോദിക്കുന്നു, നിറം ചോദിക്കുന്നു, വെളുത്തതാവണം, അങ്ങനെ ഭംഗിയുള്ള കുട്ടികളെ എടുക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷെ ചില സ്ഥാപനങ്ങളിലെല്ലാം ഗ്ലാമർ നോക്കിയാട്ടോ എടുക്കുന്നത്. ഗ്ലാമർ എന്ന് പറയും വെളുത്തതാവണം, അത്യാവശ്യം ഗ്ലാമറുള്ള പിള്ളേരെയൊക്കെ ഇപ്പോൾ സെയിൽസ് ഗേളായിട്ടാണെങ്കിൽ സ്വർണ്ണക്കടയിലൊക്കെ നിർത്തത്തുള്ളൂ കേൾക്കുന്നു, നമ്മൾ കാണാം. ഓരോ കടകളിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഗ്ലാമറുള്ളവരെ നിർത്തുള്ളൂ. കാരണം വെച്ചാൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി. ഒരുപക്ഷെ ഇവിടെ അങ്ങനെ ആകാം, നമുക്കറിയില്ല. എന്ത് പറഞ്ഞാലും ഈ സ്റ്റാഫിന്, ഏതൊരു സ്ഥാപനത്തിലും ജോലി ചെയ്യുന്ന സ്റ്റാഫിന് നല്ലൊരു നല്ലൊരു പങ്കുണ്ട് ഒരു സ്ഥാപനം വിജയിക്കാൻ. അപ്പം ഈ സ്ഥാപനമല്ല ഏത് സ്ഥാപനവും ആയിക്കോട്ടെ വിജയിക്കാൻ. അപ്പം അങ്ങനെയുള്ളിടത്ത് ഈ സ്റ്റാഫിന് വേണ്ടത്ര അംഗീകാരം, അതായത് അവരെ പരിഗണിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, ഇപ്പം അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക. ഇപ്പം തന്നെ സാധാരണ നമ്മളൊരു കടയിലൊക്കെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ 10 മണിക്ക് ചായ കഴിക്കാൻ എന്തെങ്കിലും ഒരു കടി അല്ലെങ്കിൽ ഭക്ഷണം, 4 മണിയാകുമ്പോൾ ഒരു ചായ കഴിക്കാൻ എന്തെങ്കിലും ഒരു ഏത്തയ്ക്ക പാൽ ഒഴുകുന്നോട് അങ്ങനത്തെ എന്തെങ്കിലും. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ ലേഡീസ് ആകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചുള്ള സൗകര്യങ്ങൾ ചില കാര്യങ്ങൾക്ക് ചെയ്തും കൊടുക്കണം. അതായത് ബാത്റൂം, അങ്ങനെയുള്ള ടോയ്ലറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. പുരുഷന്മാരുടെ കൂട്ടല്ല, അവർക്ക് സൗകര്യം വേണം. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണം. ചിലയിടങ്ങളിൽ ഇല്ലാത്ത ഇടമുണ്ട്. പക്ഷെ ഇവിടെ
അത് പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സൗകര്യങ്ങൾ കാണും, ഹോസ്റ്റലും ഉണ്ട്, ഭക്ഷണം ഈ പറഞ്ഞ അവർ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്ന എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. പക്ഷെ ഈ കുട്ടി പറയുന്നത് അങ്ങനെയൊന്നും അല്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്കിതിൻ്റെ ശരി ഏതാ തെറ്റാണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ അച്ചു പറയുന്ന, അതായത് സിബി എന്ന് പറയുന്നതിൻ്റെ ഓണർ, എല്ലാവരും മാമാട്ടിക്കുട്ടി എന്ന് വെച്ചാൽ മാമാട്ടി അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലാകട്ടെ, ആ ഹെയർ സ്റ്റൈൽ കൊണ്ടാണ് ആ പേര്, ഇരട്ടപ്പേര് വീണിരിക്കുന്നത്. ആ സിബി എന്ന് പറയുന്ന ആള് ഈ അച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ട് നിയമപരമായിട്ട് നീങ്ങുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഒരു സ്ഥാപനത്തിൽ സ്റ്റാഫ് ആയാലും ഓണർ ആയാലും ഒരേപോലെ ഒരേ മനസ്സോടെ നിന്നെങ്കിൽ മാത്രമേ ആ സ്ഥാപനം വിജയിക്കുകയുള്ളൂ. നമുക്ക് ഈ പറയുന്ന ഈ സ്ഥാപനത്തോട് യാതൊരു വൈരാഗ്യവും ഇല്ല കേട്ടോ, ഈ കുട്ടികളോടും ഇല്ല നമുക്ക്. എന്തായാലും നിയമത്തിൻ്റെതായ വഴിക്ക് പോട്ടെ. എന്തായാലും ആ സിബി എന്ന് പറയുന്ന ആള് മിനി കൂപ്പർ വെറ്റ് വെച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അതായത് 5000 രൂപ ഫൈൻ കൊടുത്തിട്ടുണ്ട്, ഒരാളുടെയെങ്കിലും പേര് പറഞ്ഞാൽ വെളിപ്പെടുത്തിയാൽ മിനി കൂപ്പർ വിട്ടുകൊടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ആ പറഞ്ഞ ആൾ ഒരു ബ്ലോഗറോട് പറഞ്ഞാണെന്ന് പറയുന്നു. എന്തായാലും നിയമത്തിൻ്റെ വഴി പോകട്ടെ, സത്യം എന്തായാലും തെളിയുമല്ലോ. അപ്പോൾ എനിക്കെല്ലാവരോടും പറയാനുള്ളത്, അതായത് ഈ സ്ഥാപന ഉടമയോടായാലും അല്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളോടായാലും, ഇനി ഇപ്പോൾ കുറച്ച് പേരൂടെ ഉണ്ട് അവിടെ, അതായത് കുറച്ച് പെൺകുട്ടികൾ ജോലിക്ക് ചെയ്യുന്നുണ്ട്, അവർ സ്ഥിരമായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുണ്ട്, പോയവരും ഉണ്ട്, പോകാത്തവരും ഉണ്ട്. നമുക്ക് അന്നം തരുന്നതാണ് ആ സ്ഥാപനം. അപ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരിക്കലും വെറുതെ ഒരു പഴി ഉണ്ടാക്കി ഒരു മോശമായിട്ടുള്ള പേര് നമുക്ക് ആഹാരം തരുന്നത് നമ്മുടെ അരിമാർഗ്ഗമാണ്. അപ്പം നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി പ്രയത്നിക്കുക. ഈ ഓണറായാലും വിചാരിക്കേണ്ടത് നമ്മുടെ സ്ഥാപനം ഉയർത്തിക്കൊണ്ടുവരാൻ നല്ലൊരു പങ്ക് വഹിക്കുന്നതാണ് ഈ സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് എന്ത് പോരായ്മകളുണ്ടോ പറ്റുന്ന രീതിയിലേക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ അവിടെ പ്രശ്നമില്ല. അപ്പം ഇതാണ് എൻ്റെ ഈ ഒരു ഒലിവിയ ഡിസൈൻസിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ആ പ്രശ്നത്തിനുള്ള എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.